നിങ്ങൾ ഇതുപോലത്തെ ഫേസ് കാണിക്കാതെ ചാനലുകൾ കുറേ കണ്ടിട്ടുണ്ടാവും. ഇത് ലൈഫ് ടൈമാണ്. നമുക്ക് ഇത് മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടിയാലും നമുക്ക് ഇതിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ വെറുതെ ചുമ്മാ എന്തൊക്കെയോ വീഡിയോ ഇട്ടിട്ട് മോണിറ്റൈസേഷൻ കിട്ടും, അതിനുശേഷം നമുക്ക് ഏണിങ്ങും ചെയ്യാൻ പറ്റുന്നില്ല, ക്യാഷ് ഉണ്ടാക്കാനും പറ്റുന്നില്ല. അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെയുള്ള ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് ടൈമാണ്. നിങ്ങൾക്ക് എപ്പോഴും വീഡിയോ ഇടാൻ പറ്റും, കണ്ടന്റ് ഉണ്ടാവും, വ്യൂസും വരും. പിന്നെ അത് കൂടാണ്ട് നിങ്ങൾക്ക് എപ്പോൾ ഏത് സമയത്ത് മോണിറ്റൈസേഷൻ കിട്ടിയാലും നിങ്ങൾക്ക് കൂടുതൽ മില്യൺ വ്യൂസിലേക്ക് കൊണ്ട് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഇപ്പോൾ ഇത് ഓൾറെഡി ഇത് വീഡിയോ ഓൾറെഡി തംബ്നെയിൽ മാത്രമല്ല കേട്ടോ. ഇതുപോലത്തെ നിങ്ങൾ തംബ്നെയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വ്യൂസ് നോക്കുക, 5.8 മില്യൺ ഒരു വ്യൂസ് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു വീഡിയോക്ക് മാത്രമാണ് കയറിയിട്ടുള്ളത്. പിന്നെ വേറെ വീഡിയോസ് കയറിയിട്ടുള്ളത് 4.29 നല്ല വ്യൂസൊക്കെ വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് വ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അത് കൂടാതെ വീഡിയോ എത്ര ഇട്ടിട്ടുള്ളത് 78 വീഡിയോ ഇട്ടിട്ടുള്ളൂ. ആകെ 78 വീഡിയോ ഇട്ടിട്ടുള്ളൂ. 34K സബ്സ്ക്രൈബറും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറും ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. എപ്പോൾ ആദ്യം വീഡിയോ ഇട്ട് എപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം വീഡിയോ ഇട്ടത് ഇവിടെ ഇതിൽ പോയി കഴിഞ്ഞാൽ 2023 കേട്ടോ. 2023 വീഡിയോ ഇട്ടത് ആദ്യം. അപ്പോൾ ഇത് ഓൾറെഡി വീഡിയോ ഇങ്ങനെയാണ് വരുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയല്ല നിങ്ങൾക്ക് വീഡിയോ ഇടേണ്ടത്. എങ്ങനെ വീഡിയോ ഇടേണ്ടത് ഞാൻ ഫുള്ള് വിശദീകരിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇതുപോലത്തെ ഒരു വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും. അതല്ലാതെ ഇതിന് തന്നെ ലോങ് വീഡിയോ ഉണ്ട് കേട്ടോ. ലോങ് വീഡിയോ തമിഴിൽ നോക്കാം, അരമണിക്കൂറൊക്കെ ഉണ്ട് വീഡിയോസ്. 10 മിനിറ്റ് ഉള്ളതുണ്ട്, 5 മിനിറ്റ് ഉള്ളതുണ്ട്, കുറേ വീഡിയോസ് ഉണ്ട്. പക്ഷെ തമിഴിൽ നോക്കാം, തമിഴിലൊന്നും ഇല്ല കേട്ടോ. വെറും 2 ഫോട്ടോസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നല്ല വ്യൂസ് ഉണ്ട്, ഓട്ടോമാറ്റിക്കലി വ്യൂസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഈ മറ്റേ ഫിറോസ്ക ചാനൽ ചെയ്യുന്ന പോലെ അല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് ചാനൽ, കുറേ തമിഴ്നാട് കുക്കിംഗ് ചാനലൊക്കെ അല്ലേ, അതുപോലത്തെ ഒരു കണ്ടൻറ്റാണിത്. ശരിക്കും പറഞ്ഞാൽ അതുപോലത്തെ ഒരു കണ്ടൻറ്റാണ്. പക്ഷേ ഇവർ ഫേസ് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അതിൽ ഫേസ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ആൾക്കാർ വെറുതെ നോക്കിപ്പോവും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ആൾക്കാർ എന്താണെന്ന് നോക്കിയിട്ട് പോകും. പിന്നെ നെക്സ്റ്റ് വീഡിയോ വരുന്ന സമയത്തും നോക്കും. അതല്ലാതെ അതിന് പിന്നെയും റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്ന സമയത്തും നോക്കും. സംഭവം എന്ന് വെച്ചാൽ നമ്മളെ വീഡിയോസ് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോവാണ്, അല്ലാണ്ട് നമ്മൾ വീഡിയോസ് കാണാൻ നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇതുപോലത്തെ കണ്ടൻറ്റുകൾ ഇട്ടിട്ട് നമുക്ക് വീഡിയോ കാണുന്ന രൂപത്തിൽ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ലൈഫ് ടൈം ലോങ് ലൈഫ് ഓൾറെഡി നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി പഠിക്കാം. അപ്പോൾ ഞാനും അതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്നും ഇതെങ്ങനെ വീഡിയോസ് ചെയ്യേണ്ടതെന്നും ഞാൻ ഓൾറെഡി വിശദീകരിച്ചിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാം, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ലാസ്റ്റ് ഞാൻ നമ്മളെ ഓൺ കണ്ടന്റ് ഫേസ് കാണിച്ചിട്ട് എങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്യാമെന്നും കൂടി ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്. അതിൽ ഷോർട്ട് വീഡിയോ ഒക്കെ എങ്ങനെ തംബ്നെയിൽ ഇടാമെന്നും കൂടി ഞാൻ ഓൾറെഡി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു പിക്ചർ, ഇത് ഈ ഓൾറെഡി ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ചാനൽ ലിങ്ക് കൊടുക്കുക, അല്ലാതെ ഗ്രൂപ്പിലിടാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, ഇങ്ങനത്തെ ചാനലിന് ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സെർച്ച് ചെയ്ത് കൊടുത്താലും മതി. ഫ്രൂട്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ കൃഷി സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഓൾറെഡി സെർച്ച് ചെയ്ത് കൊടുത്താലും യൂട്യൂബിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി എൻ്റെ ചാനലിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ പേരെന്താണെന്ന് അറിയില്ല. ഓക്കെ, അത് പോട്ടെ, അത് പോയി ചാനൽ. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇതെങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ട്രിക്ക് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത്, ഞാൻ ഓൾറെഡി ചെറിയൊരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓൾറെഡി സ്ക്രീൻ ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ഇത് ഇങ്ങനെ എടുക്കുക. അതിന് ശേഷം ഇതെന്ത് ചെയ്യുക, ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓൾറെഡി ക്യാമറയിൽ ഇപ്പോൾ ഫീച്ചർ ഉണ്ടല്ലോ എല്ലായിടത്തും. ഇവിടെ ഒരു സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ, നമ്മളെ ഗാലറിയിൽ. അപ്പോൾ സ്കാൻ ചെയ്യുക. ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതേ പിക്ചർ ഇവിടെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. അത് സെയിം പിക്ചർ നമുക്ക് ഓറഞ്ചിൻ്റെ വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫോട്ടോസ് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബൌട്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോട്ടോസ് കുറേ അങ്ങനത്തെ ഫോട്ടോസ് ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ കുറേ ഫോട്ടോസ് വന്നിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ ഫോട്ടോസ് ഏതെങ്കിലും ഒരു ഫോട്ടോസ് എടുക്കാം. ടിക്ടോക്കിൻ്റെ ഓൾറെഡി ഫോട്ടോസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാം. അതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് വേറെ ഏതെങ്കിലും ഇതല്ല വേണ്ടത്, വേറെ ഏതെങ്കിലും അതിന് അതേപോലെ നിങ്ങൾക്ക് നീക്കിയതിന് ശേഷം അത് സ്കാൻ ചെയ്യുക. അത് സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ കാറ്റഗറിയിലുള്ള ഫോട്ടോസ് കുറേ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഫോട്ടോസ് ജിമിനി ജനറേറ്റ് ചെയ്തിട്ടും തരും. അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് അതല്ല വേണ്ടത്, ഇതാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എവിടുന്നാണ് ഫോട്ടോസ് കിട്ടുന്നത് ആ ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി യൂട്യൂബിൽ തന്നെ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക്
കുറേ ഇമേജുകൾ കിട്ടും. ഓക്കെ, യൂട്യൂബിലുണ്ട്, അല്ലാന്നെങ്കിൽ ഇമേജുകളും കിട്ടും. അപ്പോൾ അതിനെന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇതെടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ എഡിറ്റിങ്ങിലേക്ക് പോകട്ടെ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഫോട്ടോ എങ്ങനെ എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ഫോട്ടോ ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതിന് ശേഷം നമ്മൾ എഡിറ്റിംഗ് ആപ്പിലേക്ക് പോകുക. എഡിറ്റിംഗ് ആപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഏത് എഡിറ്റിങ്ങിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ എഡിറ്റിംഗ് ഓപ്ഷൻ എടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വേറെ എടുക്കും. യൂട്യൂബിൻ്റെ തന്നെ ഇത് ക്രിയേറ്റിൽ തന്നെ എടുക്കാം കേട്ടോ. യൂട്യൂബിൻ്റെ തന്നെ ഷോർട്സ് എഡിറ്റ് ചെയ്യുന്ന ആപ്പാണ്. അതിലേക്ക് നമുക്ക് ന്യൂ പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ന്യൂ പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് ആ വീഡിയോസ് എടുക്കട്ടെ. ഞാൻ ജസ്റ്റ് ഒന്നൊരു വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ വീഡിയോസ് അല്ല, ഞാൻ എടുത്ത വീഡിയോസ് അല്ല, ഞാൻ വേറെ അടുത്തുനിന്ന് എടുത്ത വീഡിയോസാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മനസ്സിലാവും ഇത്ര ഭാഗം എന്താണെന്ന്. ഇത്ര ഭാഗം ഇമേജാണ് കേട്ടോ, ഇത്ര ഭാഗം ഇമേജാണ്. ഞാൻ ഓൾറെഡി എഡിറ്റിങ്ങിൽ ഇട്ടിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ഇമേജാണ്, ഇത്ര ഭാഗം ഇമേജാണ്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് നമ്മൾ വീഡിയോ ഇടാണ് പോകുന്നുണ്ട്. ഈ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം ഇമേജ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾക്ക് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ, ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കുക. വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെ വീഡിയോസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ വീഡിയോസ് കാണുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓൾറെഡി ഞങ്ങൾക്കിത് ആവശ്യമില്ല, സൗണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് സൗണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സൗണ്ട് മ്യൂട്ട് ചെയ്യുക. സൗണ്ട് മ്യൂട്ട് ചെയ്ത് നമ്മൾ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുക. വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്യുക. നമുക്ക് ഏത് പോർഷനാണോ വേണ്ടത് ആ പോർഷൻ മാത്രം വെക്കുക. അതിന് ശേഷം ബാക്കി ഭാഗം ഏതാണോ വേണ്ടാത്ത ഭാഗം ആ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നമുക്കിപ്പോൾ ആ ഭാഗം വേണം. ഈ ഭാഗം ഇത് ഓൾറെഡി കട്ട് ചെയ്ത വീഡിയോസാണ്, അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കട്ട് ചെയ്യാനില്ലാത്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഈ ലോങ് വീഡിയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആക്കാം. നമുക്കിപ്പോൾ നമ്മളെ വീഡിയോസ് ആണെന്ന് വിചാരിച്ചോ, നമ്മളെ വീഡിയോസ് ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ആ ഭാഗമെല്ലാം ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളിങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ലാസ്റ്റ് ആകുന്നവരെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റാം. ഏതെല്ലാം വേണ്ടാത്ത ഭാഗമുണ്ട് ലാസ്റ്റിലും പിക്ചർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, ഈ പിക്ചർ നമുക്ക് വേണ്ട, നമുക്ക് ഇത് ഇത്ര ഭാഗം വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ റിമൂവ് ചെയ്ത് പോകുന്നുണ്ട് ഓൾറെഡി. അതിന് ശേഷം ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. ഇതേപോലെ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ വേണ്ടാത്ത ഭാഗമെല്ലാം ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്യുന്നില്ല. പച്ചമുളകിലേക്ക് കോൾഗേറ്റ് തേക്കുന്നുണ്ട്. ഓക്കെ, കോൾഗേറ്റ് തേച്ചിട്ട് ബനാനയിലേക്ക് കുത്തി വെക്കുന്നുണ്ട്. ബനാനയിലേക്ക് കുത്തി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മുട്ട പൊട്ടിച്ചിട്ട് ചെടിക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഓക്കെ, മുട്ട പൊട്ടിച്ചിട്ട് വയ്ക്കുന്നുണ്ട്. ഇത് ഷോർട്ട് വീഡിയോ ആണ്. അതിനുശേഷം വേറെ എന്തൊക്കെയോ ഇടുന്നുണ്ട് അതിലെ മുട്ടയിലേക്ക് മിക്സ് ചെയ്തിട്ട്. അതിനുശേഷം ഇങ്ങനത്തെ ചില്ലികൾ കിട്ടുമെന്നാണ് പറയുന്നുള്ളത്. ഇതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല, പോസിബിൾ അല്ല. എന്നാലും അവർ ചെയ്യുന്നുണ്ട്. കളറെല്ലാം ഇടുന്നുണ്ട്, കളർ വയ്ക്കുന്നുണ്ട്, വേറെ എന്തൊക്കെയാണ് കളറ്. അപ്പോൾ ഓൾറെഡി ഇത് ആൾക്കാരെ തെറ്റിദ്ധരിക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പക്ഷെ അവരെ കണ്ടൻറ്റാണത്. ഓക്കെ, ആൾക്കാർ എന്ത് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല. ബുദ്ധിയുള്ളവരാരും ചെയ്യത്തില്ല. പക്ഷെ എന്നാലും ഇത് ഓൾറെഡി അവർ കണ്ടൻ്റാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ ഓൾറെഡി കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. ഈ വേരുകളൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ് അവർ. വേരുകൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേര് ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം മുകളിൽ എന്തെങ്കിലും ഇല കുത്തി കൊടുക്കും. വേറെ പച്ചമുളകിൻ്റെ ഇതുണ്ട് ഉണ്ടാവുമല്ലോ, അത് കുത്തി കൊടുക്കും. അത് കുത്തി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്തതിന് ശേഷം രണ്ടാമത് അതിൽ തന്നെ വെച്ച് മൂടും, നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിനുശേഷം രണ്ടാമത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പച്ചമുളകിൻ്റെ പിന്നെ കാണിക്കുന്നത് ജസ്റ്റ് ഡയറക്റ്റ് മരമാണ് കാണിക്കുന്നത്, വലിയ ചെടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാത്ത കാര്യമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമുക്ക് ഇപ്പം നമ്മളൊരു വീഡിയോ ഇതേപോലത്തെ ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഈ ആദ്യത്തെ പാർട്ടിലേക്ക് ഒരു ഫോട്ടോസ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് എഫക്ട്സ് എല്ലാം ചേഞ്ച് ചെയ്യുന്നത് എഫക്ട്സ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ചേഞ്ച് എടുക്കുന്ന സമയത്ത് എഫക്ട്സുകൾ മാറി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് ഒരു എഫക്ട്സ് ഇതാക്കി അതിനുശേഷം ഡണ്ണ് കൊടുത്ത് ഓക്കെ റീസെറ്റ് ഡണ്ണ് കൊടുത്തതിന് ശേഷം ഇവിടെ ആ എഫക്ട്സുകൾ മാറുന്നുണ്ടാവും. ഓക്കെ, നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് നമ്മൾ പകുതി കട്ട് ചെയ്തിട്ട് എഫക്ട്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോസിനാണ് പറയുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോസിനാണ് പറയുന്നത്, അല്ലാതെ ഈ വീഡിയോസിനല്ല. ഓക്കെ,
ഇപ്പോൾ ഇവിടെ ഒരു കട്ട് വന്നിട്ടുണ്ട്. ഈ കട്ടിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എഫക്ട്സ് കൊടുക്കാം. ഞാൻ ഓൾറെഡി കട്ട് ചെയ്തതാണിത്. വേറെ ഏതെങ്കിലും ഒരു എഫക്ട്സ് കൊടുക്കുക. എഫക്ട്സ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ വരും. ഡെണ്ണ് കൊടുക്കുക. ഡെണ്ണ് കൊടുക്കുന്ന സമയത്ത് ഈ വീഡിയോസ് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, ട്രാൻസ്മിഷൻ അത് വേറെ ട്രാൻസ്മിഷനായിട്ട് മാറി. അതിനുശേഷം നമുക്ക് ഇവിടെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇമേജിലേക്ക് പോകണം കേട്ടോ. ഇതുപോലത്തെ ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമേജിലേക്ക് പോകാം. ഇമേജിൽ ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ടഡ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇമേജ് കിട്ടി. ഓക്കെ, ഇമേജ് കിട്ടി. ഇമേജ് കിട്ടിയതിന് ശേഷം നമുക്കിപ്പോൾ ഒരു ഇമേജ് അല്ല വേണ്ടത്, ഇത് അതിനെ ക്രോപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ക്രോം ഒന്ന് എടുത്തിട്ട് ഇമേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനുണ്ട്, ക്രോപ്പ് ഓപ്ഷൻ അവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഡയറക്റ്റ് തന്നെ ക്രോപ്പ് ചെയ്യേണ്ട. ഓക്കെ, ഇതിൽ ക്രോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൂം ആക്കാം. സൂം ആക്കി നമുക്ക് ഏത് പിക്ചറാണോ വേണ്ടത് ആ പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോമിൽ നിന്ന് എടുത്തതാണെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ കിട്ടും കേട്ടോ. ഇത് ഓൾറെഡി ക്ലാരിറ്റി കുറഞ്ഞ് സൂം ആക്കുന്ന സമയത്ത് ഇത് ചെറിയതെടുത്താണ്. ഇങ്ങനെ ഇടാം കേട്ടോ. ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് വ്യൂസ് ഒന്നും ആവശ്യമില്ല, കാണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സൂം ആക്കാം. ജസ്റ്റ് ഒന്ന് സൂം ആക്കിയിട്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത് പിക്ചർ. ഓക്കെ, പിക്ചർ വരുന്ന സമയത്ത് നമുക്ക് ഈ പിക്ചർ ഇത്ര ഒന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇത്രയാണ് വേണ്ടത്, ഇത്ര പിക്ചറേ വേണ്ടത്. ഒരു ജസ്റ്റ് ഒന്ന് കുറച്ച് സെക്കൻഡ്. ഓക്കെ, 2 സെക്കൻഡ് പിക്ചർ ഇട്ടാൽ മതി. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ 2 സെക്കൻഡ് പിക്ചർ ഇടാം. അതിനുശേഷം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാം. വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോ ഇങ്ങനെ വരും. ഫസ്റ്റ് ആദ്യം പിക്ചർ വരും, അതിനുശേഷം ഇതാക്കാം. ലാസ്റ്റിലൊരു പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിലൊരു പിക്ചർ ഇടാം. അതേപോലെ ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഏത് പിക്ചറാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ നമ്മുടെ ഫോട്ടോസ്, ആ ഫോട്ടോസ് തന്നെ രണ്ടാമത് തിരിച്ചിട്ട് ഇടാം കേട്ടോ. സൂം ചെയ്യുക. സൂം ചെയ്തതിന് ശേഷം നമുക്ക് ആ ഫോട്ടോസ് തന്നെ തിരിച്ചിട്ട് നമുക്ക് ഇവിടെ ഇടാൻ പറ്റും ബാക്കിൽ. അപ്പോൾ ബാക്കിൽ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് നമുക്ക് അത് കുറേ സമയമൊന്നും വേണ്ട, കുറച്ച് സമയമാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് കുറച്ച് കുറക്കാം. 2-3 സെക്കൻഡാ, 3 സെക്കൻഡ് മതി, ഏകദേശം 3 സെക്കൻഡ് മതി. ആ 3 സെക്കൻഡിൽ നമുക്ക് വീഡിയോ തീർന്നതിന് ശേഷം ആ ഇമേജ് കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ വീഡിയോസ് സെൻട്രലായി ഇമേജുകൾ അതിന് ശേഷം ഇമ്പോർട്ട് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ക്വാളിറ്റിയിലാണ് വേണ്ടത് ആ ക്വാളിറ്റിയിൽ ഇമ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇതിന് മെയിനായിട്ട് നോക്കാനുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി തംബ്നെയിലും ഷോർട്ട്സ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ നമുക്ക് അത് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ നോക്കേണ്ടത്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തംബ്നെയിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവിടെ വന്നാലേ നമുക്കത് ഉപകാരമുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ചില്ലേ, അതുപോലെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കണം. അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ തംബ്നെയിൽ ഇടാൻ നോക്കിയാൽ പറ്റത്തില്ല. യൂട്യൂബിൽ ഷോർട്സിൽ ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സ്പോട്ടിൽ തന്നെ നമ്മൾ അത് നോക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി അത് അപ്ലോഡായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ യൂട്യൂബിൽ പോകുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഗാലറിയിൽ വീഡിയോസ് ഇവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ. ഓൾറെഡി ഗാലറിയിൽ വന്നിട്ടുണ്ട്, അപ്പോൾ വീഡിയോസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ. നമുക്കിതിൽ സൗണ്ടൊന്നുമില്ല, ഓൾറെഡി മ്യൂട്ടാണ്, സൗണ്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ യൂട്യൂബിൽ പോയിട്ട് നമ്മളിവിടെ സാഡ് മ്യൂസിക് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളിവിടെ സാഡ് മ്യൂസിക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് സെർച്ച് ചെയ്ത് കൊടുക്കുക. സാഡ് മ്യൂസിക് എന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് ഓൾറെഡി സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഏത് മ്യൂസിക് വരും നോക്കാം. ഒരു മ്യൂസിക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു മ്യൂസിക് കിട്ടിയിട്ടുണ്ട്. അപ്പം മ്യൂസിക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൽ റീമിക്സ് ഉണ്ടോ നോക്കാം. റീമിക്സ് ഇല്ല. അപ്പോൾ അതിന് ശേഷം വേറെ എടുക്കാം, ഈ വീഡിയോ എടുക്കാം. ഓക്കെ, അത് വേണ്ട, വേറെ എന്തെങ്കിലും മ്യൂസിക് എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇടാം. അതല്ലാന്നെങ്കിൽ ഇവിടെ റീമിക്സ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ മ്യൂസിക് കിട്ടും. इस बात का कभी कहीं लग जा ഏതെങ്കിലും ഒരു മ്യൂസിക് എടുക്കട്ടെ. നമ്മൾ ഡയലോഗ് വേണമെങ്കിൽ ഡയലോഗ് എടുക്കാം. ഓക്കെ, ഇതുപോലത്തെ കുറേ മ്യൂസിക്കുകൾ കിട്ടും യൂട്യൂബിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു മ്യൂസിക് എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏത് മ്യൂസിക്കാണോ വേണ്ടത് ആ മ്യൂസിക് ഓൾറെഡി നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള മ്യൂസിക് എടുക്കാം. ഞാൻ ഓൾറെഡി ഏതൊരു മ്യൂസിക് എടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മ്യൂസിക് സെർച്ച് ചെയ്ത് നോക്കട്ടെ.
ഓക്കെ, ഞങ്ങൾക്കൊരു മ്യൂസിക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഇതിൽ റീമിക്സ് ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. റീമിക്സ് ഓപ്ഷനിൽ പോവുക, ഇവിടെ ഒരു റീമിക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. റീമിക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൗണ്ട് എടുക്കുക. സൗണ്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഷോർട്സിന് സൗണ്ട് റെഡി ആയി കേട്ടോ. മ്യൂസിക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇവിടെ ആഡ് വീഡിയോസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ആഡ് വീഡിയോസ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് വീഡിയോസാണോ നമ്മൾ നേരത്തെ എടുത്തത് ആ വീഡിയോസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോ മ്യൂസിക്കലായിട്ട് പ്ലേ ആയി വരും കേട്ടോ. ഓക്കെ, ഡെന്ന് കൊടുക്കാം. ഡെന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരുന്നത് നോക്കാം കേട്ടോ. ജസ്റ്റ് ഇവിടെ നമ്മൾ ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണിക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ആ പിക്ചർ നമ്മൾ കൊടുത്തത് കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. സെൻറ്ററിൽ വീഡിയോ പോയിട്ടുണ്ട് കേട്ടോ. സെൻറ്ററിൽ വീഡിയോ പോയിട്ടുണ്ട്. ലാസ്റ്റിലും ഫസ്റ്റിലും പിക്ചർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലോഡായി കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ പ്ലേ ആയിട്ട് വരുന്നുണ്ട് നോക്കാം. ഓക്കെ, സൗണ്ട് വന്നിട്ടില്ലേ? സൗണ്ട് കേൾക്കുന്നില്ല. അപ്പോൾ സൗണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി നമുക്ക് റീമിക്സിൽ തന്നെ പോയിട്ട് സൗണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഇതാക്കാം കേട്ടോ. സൗണ്ട് വന്നിട്ടില്ല ഇവിടെ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സൗണ്ട് എടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സാഡ് മ്യൂസിക് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. സാഡ് മ്യൂസിക്. ഓക്കെ, ഇങ്ങനത്തെ കുറേ മ്യൂസിക്കുകൾ കിട്ടും. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു മ്യൂസിക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ എങ്ങനെ വരും നോക്കാം. മ്യൂസിക് കിട്ടിയിട്ടുണ്ട്. മ്യൂസിക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കൊടുക്കുക, അല്ലാണ്ടെങ്കിൽ സോങ് കൊടുക്കുക. സോങ് കൊടുക്കുന്നതും കുഴപ്പമൊന്നുമില്ല. കുറച്ച് സ്പീഡായിട്ടുള്ള സോങ് കൊടുക്കുക കേട്ടോ. സ്പീഡ് മ്യൂസിക് അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കുക. കുറേ സ്ലോ ആയിട്ടുള്ളതും വേണ്ട. കുറച്ച് മ്യൂസിക്കിനും കുറച്ച് എഫക്ട്സ് അതൊക്കെ നമുക്കിത് ഷോർട്സിൽ നല്ല മാച്ച് ആക്കാൻ പറ്റിയാൽ ഏറ്റവും ബെറ്ററാണ്. അതിനുശേഷം എന്ത് ചെയ്യുക? അതിനുശേഷം നെക്സ്റ്റ് അമർത്താട്ടോ. നെക്സ്റ്റ് അമർത്തിയിട്ട് ഇവിടെയാണ് നിങ്ങൾക്ക് തംബ്നെയിലിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. തംബ്നെയിലിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഓൾറെഡി ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ നോക്കരുത് കേട്ടോ. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ പെൻസിലിൻ്റെ ഐക്കണിൽ ടോപ്പിൽ പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ പെൻസിലിൻ്റെ ഐക്കൺ കാണിക്കുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ താഴത്ത് കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും കേട്ടോ. കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഇത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക. നമുക്ക് ഏത് പോർഷനാണോ പ്രോപ്പറായിട്ട് വേണ്ടത് അവിടെയാണ് നമ്മൾ തംബ്നെയിൽ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊന്നുമല്ല തംബ്നെയിൽ വേണ്ടത്. ഇതൊക്കെ ഈ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യത്തില്ല. എന്തോ ചെടി ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാലും ആൾക്കാർ ക്ലിക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഇത് തന്നെ വെക്കണം കേട്ടോ. ഈ മാംഗോ ട്രീൻ്റെ ഇതുപോലെ തന്നെ വെക്കണം. അപ്പോൾ ഇതാണ് ഈ ട്രിക്കാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് മാച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തംബ്നെയിൽ ക്ലിക്ക് ബൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ തംബ്നെയിലുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഷോർട്സിൽ ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അപ്പോൾ ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് കാണും തംബ്നെയിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വീഡിയോസിൽ എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഓൾറെഡി തംബ്നെയിൽ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം അപ്ലോഡ് കൊടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നില്ല. ഇതെൻ്റെ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് അല്ല, അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. ഡിഫോൾട്ട് ഓക്കെ, സേവ് ഡിഫോൾട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ബാക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക? അതേപോലെ നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാനൊരു വീഡിയോസ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അതെങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനെന്ത് ചെയ്യാം? നമ്മൾ ജസ്റ്റ് ഒന്ന് നേരത്തെ പോയ അതേപോലെ ക്രിയേറ്റ് അല്ലെങ്കിൽ ക്യാൻവ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഷോട്ടില്ല ഏതിലെങ്കിലും നമ്മൾ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വീട്ട ആപ്പിൽ ഏതിൽ വേണമെങ്കിൽ ഇതാക്കാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൻ്റെ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓൾറെഡി എഡിറ്റിംഗ് ആപ്പ് ഉണ്ട്. അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതിന് ഗാലറിയിൽ പോവുക. ഗാലറിയിൽ പോയ സമയത്ത് നമുക്ക് ഞാൻ ഓൾറെഡി ഒരു വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. ഒരു വീഡിയോസ് ഇടുന്നുണ്ട്. ഇതെൻ്റെ ഓൾറെഡി ഞാനൊരു ഇനി ഷോർട്സിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഫോട്ടോസും വീഡിയോസാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ആദ്യം നമ്മൾ ഈ തംബ്നെയിലിന് വേണ്ടിയിട്ട് കുറേ ഫോട്ടോസ് ഇപ്പോൾ മൾട്ടിപ്പിളായിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുമല്ലേ, യൂട്യൂബിൽ ഫോട്ടോസ് എടുക്കും, മൾട്ടിപ്പിളായിട്ട് ഫോട്ടോസ് എടുക്കും. അപ്പോൾ അതുപോലെ ഒരു 3 സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് കുറേ മൾട്ടിപ്പിളായിട്ട് ഫോട്ടോസ് എടുക്കുന്ന രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം ക്യാമറയിൽ. അപ്പോൾ അത് ക്യാമറയുടെ സെറ്റിങ്സ് ഉണ്ട് ഓൾറെഡി. അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു 3 സെക്കൻഡ് ക്ലിക്ക് ചെയ്യുന്ന രൂപത്തിൽ എത്ര ഫോട്ടോസാണോ വേണ്ടത് ക്യാമറയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ക്യാമറേൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ 3 സെക്കൻഡ് 15 ഫോട്ടോസോ 20 ഫോട്ടോസോ എടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമറ വെച്ച് കൊടുത്താൽ മതി. ഫോട്ടോസ് ഇങ്ങനെ ക്ലിക്ക് ഐക്കോൺ ഉണ്ടാവും, നമ്മളത് ഫോട്ടോസ് എടുക്കാം. ഞാൻ അതുപോലെ എടുത്ത ഫോട്ടോസാണ്. ഇതിപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോക്ക് വേണ്ടി തംബ്നെയിലിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ ഒറ്റൊരു നമ്മൾ ഷോർട്സിന് ഇത്ര തംബ്നെയിലിൻ്റെ ഫോട്ടോസ് എടുക്കണം.
കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ചെയ്തത് ഏത് ഞാൻ ഓൾറെഡി ഈ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഞാനൊരു വീഡിയോസ് ഇടുന്നുണ്ട്. ഇതാണ് ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോസ്. ഓക്കെ, ചെയ്ത വീഡിയോസ് ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, എഡിറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഉണ്ടാകുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആവട്ടെ. ഓക്കെ, ഓൾറെഡി ഒരു വീഡിയോസ് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇത് ഓൾറെഡി വീഡിയോസ് ഇതിലിട്ട്. ഓക്കെ, ഇട്ടതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നല്ല അടിപൊളി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ വീഡിയോസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗം വേണ്ട, നമുക്ക് ഈ ഭാഗമാണ് വേണ്ടത്. നല്ല അടിപൊളിയായിട്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഈ ഭാഗം വേസ്റ്റാണ്. ഇത്ര ഭാഗം ഞാനൊന്നും മിണ്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കട്ട് ചെയ്യാം. അതിനുശേഷം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മിനിയേച്ചറാണ്. ഓക്കെ, അത് കട്ട് ചെയ്യാം. ഇവിടെ ഒരു കട്ട് ചെയ്യാം. ഇത് ഓൾറെഡി ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്. നല്ല അടിപൊളി ലിങ്ക് ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുകളിൽ കൊടുക്കാം കേട്ടോ. ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പറയണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇത് കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി ആട്ടാ. ഭയങ്കര ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ കാറാണ്. മെറ്റലാണ്, ഫുള്ള് മെറ്റൽ ബോഡിയാണ്. പിന്നെ ലൈറ്റ് കത്തും എന്ന് പറയുന്നുണ്ട്. അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇത് കട്ട് ചെയ്യാം. ലൈറ്റ് കത്തുന്ന കാണിച്ചു തരാം. ജസ്റ്റ് അത് ഓക്കെ. ഒന്ന് ലൈറ്റ് കത്തും. പിന്നെ ബാക്ക് ഇൻഡിക്കേറ്ററും കത്തുന്നുണ്ട് കേട്ടോ. ബാക്കും കത്തുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഓക്കെ, ബാക്കും കത്തുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് വേണ്ട. ഇത് ഫ്രണ്ട് കത്തുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട് കത്തുന്നുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ഇത് വേണ്ട, ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് സ്പോട്ടിൽ പറയുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട് കത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ എന്താ ബാക്കും ഫ്രണ്ടും രണ്ടും ഒരുമിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫ്രണ്ട് കത്തുന്നുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഓക്കെ, അപ്പം നമുക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അതും കൂടി ജസ്റ്റ് ഒന്ന് അത്ര മാത്രം മതി നമുക്ക്. ഷോർട്സ് അല്ലേ, അപ്പോൾ ആ ഭാഗം കൂടി നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഭാഗം ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഷോർട്സ് ആണ്, ഇത് ലോങ് വീഡിയോ ആണ് എടുക്കുന്നുള്ളത്, ഷോർട്സ് ആക്കേണ്ടതാണ്. ഓക്കെ, നല്ല സൗണ്ട് ഉണ്ട് എന്ന് പറയുന്നിടത്ത് നമുക്ക് ബ്ലോക്ക് ആക്കാം. നല്ല സൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു സ്പ്ലിറ്റ് ചെയ്താൽ പിന്നെന്താണ് പറയുന്നത് നോക്കാം. ഓക്കെ, വണ്ടിൻ്റെ അതേ സൗണ്ട് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അതേ സൗണ്ട് ഉണ്ട്. പിന്നെ ഫുള്ള് മെറ്റലാണ്, മെറ്റൽ. അത് ഓൾറെഡി പിന്നെയും പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് വേണ്ട. സൗണ്ട് ഉണ്ട്. പിന്നെ ഫുള്ള് മെറ്റലാണ്, മെറ്റൽ ബോഡിയാണ്. പിന്നെ നല്ല ക്വാളിറ്റിയാണ്, ക്വാളിറ്റി ഉള്ള സാധനമാണ്. ടയറൊക്കെ അടിപൊളി പെർഫെക്റ്റ് ആണ് ടയറൊക്കെ. ഓക്കെ, ഇവിടെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാം. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ഡിസ്ക് ബ്രേക്കിൻ്റെ ആ മൈന്യൂട്ടായിട്ടുള്ള ആ ഡിസ്ക് വരെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഓക്കെ, അത് ഓക്കെ, കുഴപ്പമില്ല. വണ്ടിയാണെങ്കിൽ രണ്ട് ഡോറ് തുറക്കാൻ പറ്റും കേട്ടോ. ഈ 2 ഡോറ് തുറക്കാൻ പറ്റും. ഇവിടെ കട്ട് ചെയ്യാം. 2 ഡോറ് തുറക്കാൻ പറ്റും കേട്ടോ. ഈ 2 ഡോറ് തുറക്കാൻ പറ്റും. വേറെ ഡോറൊന്നും തുറക്കാൻ പറ്റില്ല. ഡോറ് തുറക്കുമ്പോൾ സൗണ്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല. പിന്നെ കുഴപ്പമില്ല എന്നൊന്നും വേണ്ട. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ, ഇവിടെ പ്രസ് ചെയ്താൽ നമുക്ക് ഇത് ഓൾറെഡി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രസ് ചെയ്താലാണ് സൗണ്ട് വരിക കേട്ടോ. അപ്പോൾ ഡോർ അടക്കണം. ഡോർ അടച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇവിടെ. ഓക്കെ, അതിന് ശേഷം ഈ ഭാഗം വേണ്ട. അടച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇവിടെ പ്രസ് ചെയ്താൽ വണ്ടീൻ്റെ അതേ കറക്റ്റുള്ള സൗണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ, കറക്റ്റുള്ള സൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ സൗണ്ട് ഞാൻ ഒന്നും കൂടി നല്ല ക്ലാരിറ്റിയിൽ കേൾപ്പിച്ചു തരാം എന്ത് സൗണ്ടാണ് ഉള്ളതെന്ന്. ഏത് സൗണ്ട് നോക്കട്ടെ. ഇത് വേണ്ട. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള വേറെ മൈക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അല്ല, വീഡിയോ റണ്ണിങ്ങിലാണ് ഫുള്ള്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഭാഗം വേണ്ട, മൈക്ക് എടുക്കുന്ന ഭാഗം വേണ്ട. അപ്പോൾ നല്ല സൗണ്ടാണ്. നല്ല സൗണ്ട് മാത്രമല്ല, ഇത് ഡോറ് തുറക്കുമ്പോൾ ലൈറ്റ് കത്തും, ഫ്രണ്ട് ഇത് കത്തും, ബ്ലിങ്ക് ആവും. പിന്നെ അത് കൂടാണ്ട് ഇത് പ്രസ് ചെയ്യുമ്പോൾ സൗണ്ട് കേട്ടും, ഇതിൻ്റെ സൗണ്ട് ഒക്കെ. ഓക്കെ, കട്ട് ചെയ്യുന്നുണ്ട്.
കാർ താഴോട്ടേക്ക് പോയി ക്യാമറക്ക് മറിഞ്ഞു പോയി. അപ്പോൾ എന്ത് ചെയ്യുക, അത് ഡിലീറ്റ് ചെയ്യാം. ആ ഭാഗം സൗണ്ട് കേൾപ്പിക്കുകയാണ് ഞാൻ. വണ്ടി പോകുന്നത് ഓക്കെ, അത് കട്ട് ചെയ്യാം. ഒറിജിനൽ സൗണ്ട് ഉണ്ട്, പിന്നെ ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി മെറ്റൽ ബോഡിയാണ്. പിന്നെ വേറെ എന്ന് വെച്ചാൽ ടയറൊന്നും വീലൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് മൂവിങ് ആകുന്നുണ്ട്. ഓക്കെ, മുട്ടി കളിക്കുന്നുണ്ട് ഞാൻ, നല്ല അടിപൊളിയായിട്ട് മൂവിങ് ആകുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറെ എന്ന് വെച്ചാൽ ടയറൊന്നും വീലൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് മൂവിങ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ ഈ ഭാഗം കട്ട് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ലാസ്റ്റിലൊരു ഭാഗം പറയുന്നുണ്ട്. ഇത് ഇങ്ങനെയാണ് റണ്ണിങ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഈ ഭാഗം കട്ട് ചെയ്യേണ്ടി വരും. റണ്ണിങ് ചെയ്യുന്ന ബ്ലാക്ക് വലിച്ചിട്ട് പോകുന്നതാണ്. പക്ഷെ നല്ല മിനിയേച്ചറിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, മിനിയേച്ചറിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഇതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം നിങ്ങൾക്ക് ഇതിൽ ആമസോണിൽ കൂടുതലായിരിക്കും വിലയുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് കയറാം. ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 700 രൂപയ്ക്ക് സാധനം കിട്ടും കേട്ടോ. 700 രൂപയ്ക്ക് സാധനം കിട്ടും. 2,000-3,000 രൂപയുടെ വിലയുണ്ട്. ഓക്കെ, 700 രൂപയ്ക്ക് ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും 700 രൂപയ്ക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല ഓക്കെ, ഓൾറെഡി ഞാൻ ഇത് ഇവിടെ നമുക്കൊരു ടെക്സ്റ്റ് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് കയറാം. ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 700 രൂപയ്ക്ക് സാധനം കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ടെക്സ്റ്റ് നമുക്ക് 700 രൂപ എന്നുള്ള ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത് വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യേണ്ടി വരും. ടെക്സ്റ്റ് ഇവിടെ പോയിട്ട് 700 രൂപയ്ക്ക് സാധനം, ആ ടെക്സ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 700 രൂപ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. RS700 ഓക്കെ, RS700 എന്ന് ആഡ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഇവിടെ 700 എന്ന് ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കളർ ചേഞ്ച് കൊടുക്കുന്നത് യെല്ലോ കൊടുക്കാം കേട്ടോ. യെല്ലോ കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് ക്ലാസിക് ആക്കണം. ക്ലാസിക് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ച് സൂപ്പറായിട്ട് കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. അതല്ലാതെ തന്നെ നമുക്ക് ഏത് സ്റ്റൈലിലാണ് വേണ്ടത് ആ സ്റ്റൈലിൽ നമുക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. ലെറ്റർ ഇത് കൊടുക്കാം. ഓക്കെ, ഇത് കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം നമുക്കിത് കുറച്ച് എഫക്ട്സ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എഫക്ട്സുകൾ ഇടാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഏത് എഫക്ട്സ് വേണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനത്തെ ഒരു എഫക്ട്സ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം നമുക്കിത് കുറച്ച് സൂം ആക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി സൂം ആക്കുന്നത് വലുതാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അത് വലുതായി കിട്ടിയിട്ടുണ്ട്. ഡണ്ണ് കൊടുക്കാം. ഡണ്ണ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ 700 രൂപ എന്ന് വന്നിട്ടുണ്ട്. നമ്മളെ ഇത് ഓൾറെഡി സൂപ്പറായിട്ട് നമ്മളെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ, നമ്മളെ ടെക്സ്റ്റ്. അതിന് ശേഷം ഇത് കുറച്ച് ആനിമേഷൻ ആഡ് ചെയ്ത് കൊടുക്കാണ്ട് 700 രൂപയ്ക്ക് സാധനം കിട്ടും കേട്ടോ. 700 രൂപയ്ക്ക് സാധനം കിട്ടും. അപ്പോൾ ഇത് വലിയ രസമില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത്, എഫക്ട്സ് കൊടുക്കണം. ഇതിന് എഫക്ട്സ് കൊടുക്കണം കേട്ടോ. നമ്മൾ എഫക്ട്സ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എഡിറ്റിങ്ങിൽ പോവാം. എഡിറ്റിങ്ങിൽ പോയിട്ട് നമുക്ക് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഫക്ട്സുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നിട്ടുണ്ടാവും കേട്ടോ. വേറെ സ്റ്റൈലിൽ വേണമെങ്കിൽ വേറെ സ്റ്റൈലിൽ വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റൈലിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, ഇത് ബ്ലാക്ക് ആൻഡ് ഇങ്ങനത്തെ ഒരു കളറിൽ വരുന്നുണ്ട്. കുറേ എഫക്ട്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡണ്ണ് കൊടുക്കാം. ഡണ്ണ് കൊടുക്കുന്ന സമയത്ത് എഫക്ട്സുകൾ ഓൾറെഡി നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഉറപ്പൊക്കെ സാധനം കിട്ടും. അപ്പോൾ അതിന് ശേഷം നെക്സ്റ്റ് എഡിറ്റിങ്ങിൽ പോവാം. ഓക്കെ, എഡിറ്റിങ്ങിൽ പോയിട്ട് നമ്മളിപ്പോൾ ആനിമേഷൻ കൊടുക്കണം കേട്ടോ. ഇതിന് ആനിമേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴത്ത് കുറേ ആനിമേഷന് ഏതെങ്കിലും സെറ്റിങ്സ് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതിന് ആനിമേഷൻ കൊടുക്കണം, സൂം ഇൻ സൂം ഔട്ട് ആക്കണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് സ്പീഡ് ഓക്കെ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് സ്പീച്ച് ആട്ടോ, ഇത് വേണ്ട സോറി, ഇത് ടെക്സ്റ്റ് ടു സ്പീച്ച് അത് വേണ്ട. അതിന് ശേഷം നമുക്ക് ഇത് ആനിമേഷൻ കൊടുക്കണം. അതിന് ഇതിൽ പോയിട്ട് എഡിറ്റിങ്ങിൽ പോയിട്ട് എഫക്റ്റ് ആനിമേഷൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഇത് കുറേ മോഡലിൽ വന്നിട്ടുണ്ടാവും ആണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ഇതായി. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ആനിമേഷൻ്റെ കുറേ ഓപ്ഷൻസുകളിൽ ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്.
നമുക്ക് ഏത് സ്റ്റൈലിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ബാക്കപ്പ് പോയാൽ മതി കേട്ടോ. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഡണ്ണ് കൊടുക്കാം. ഡണ്ണ് കൊടുത്തതിന് ശേഷം ഇതിൽ ബാക്കപ്പ് പോയാൽ മതി കേട്ടോ. നമുക്ക് ഏത് മുമ്പുണ്ടായ അതേ ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ പോവാം. അതിനുശേഷം നമുക്കത് വേണ്ട, അത് രണ്ടാമത് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിൽ എഡിറ്റിങ്ങിൽ പോവാം. എഡിറ്റിങ്ങിൽ പോയിട്ട് നമ്മളെന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആനിമേഷൻ അതൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, ഇതിൽ പോവുക. അതിനുശേഷം ഇതിൽ ജസ്റ്റ് ഒന്ന് ഈ എ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് പോർഷനിലാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, ആ രൂപത്തിൽ ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാം. സൂം ഇൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. RS 700 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാം. പോപ്പായിട്ട് ഇങ്ങനെ വരാം. ഇത് വേറൊരു സ്റ്റൈലിൽ വരുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു സ്റ്റൈലിൽ വരുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇത് കൊടുക്കാം. ഓക്കെ, അത് കുറച്ച് സ്പീഡ് കൂട്ടുന്ന സ്പീഡ് കൂട്ടാം. ഇൻട്രോ ഇവിടെ ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ബാക്കപ്പ് കൊടുക്കാം. ഓക്കെ, ഏത് നമുക്ക് മോഡലിലാണോ വേണ്ടത് ആ രൂപത്തിൽ ഓൾറെഡി ഇത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഓൾറെഡി ഇത് ഡണ്ണ് കൊടുക്കാം. ഡണ്ണ് കൊടുക്കുന്ന സമയത്ത് ഞാനൊരു ആനിമേഷൻ ഓൾറെഡി ആഡ് ചെയ്തിട്ട് ഇനിയിപ്പോൾ എങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇത് 700 രൂപയ്ക്ക് സാധനം കിട്ടും കേട്ടോ. 700 രൂപയ്ക്ക് സാധനം കിട്ടും. 2,000-3,000 വിലയുണ്ട്. ഓക്കെ, 700. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഒരു സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൗണ്ട് എഫക്ട്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ സൗണ്ട് എഫക്ട്സ് ഒന്നും എൻ്റെ ഓൾറെഡി ഇല്ല, നിലവിൽ ഇതിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൗണ്ട് എഫക്ട്സിൽ അവിടെ കുറേ സൗണ്ട് എഫക്ട്സുകളുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ഇതിൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് ക്യാൻസൽ ചെയ്യുന്നത്. നമുക്ക് സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാം കേട്ടോ. ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻസ് എല്ലാം ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് നമുക്ക് കയറ്റി കൊടുത്താൽ മതി. ഇത് ടെക്സ്റ്റ് വരുന്ന സമയത്ത്. ഓക്കെ, എൻ്റെ അടുത്തൊരു ഉണ്ട്, ഗാലറിയിലൊക്കെ ഉണ്ട്, ഞാൻ നോക്കട്ടെ. ഓക്കെ, സൗണ്ട് എഫക്ട്സ് ഓൾറെഡി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഓൾറെഡി കുറേ തപ്പി. അതിനുശേഷം നമുക്ക് എന്ത് വേണ്ടത്, നമുക്കിവിടെ ട്രാൻസ്മിഷൻ ആഡ് ചെയ്യണം കേട്ടോ. ട്രാൻസ്മിഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൂം ഇൻ സൂം ഔട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഞാൻ ഓൾറെഡി കുറച്ച് ട്രാൻസ്മിഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഗ്രൂപ്പിൽ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ജസ്റ്റ് ഒന്നൊരു പോർഷൻ ക്ലിക്ക് ചെയ്യാം, ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ട്രാൻസ്മിഷൻ ഞാൻ ഓൾറെഡി എൻ്റെ ഗാലറിയിൽ തന്നെ എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഞാനത് ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കുറേ ട്രാൻസ്മിഷൻ. അപ്പോൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കത് എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് അവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ വരുന്നുണ്ട് നോക്കട്ടെ. നല്ല അടിപൊളി ലിങ്ക് ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുകളിൽ കൊടുക്കട്ടെ. ഇവിടെ ലിങ്ക്, അപ്പോൾ ഇവിടെ ഇത് നമുക്ക് കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലെങ്ത്ത് കുറക്കട്ടെ. ലെങ്ത്ത് കുറക്കുന്ന സമയത്ത് ലിങ്ക് ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുകളിൽ കൊടുക്കട്ടെ. ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാറ് ഇതുപോലത്തെ നമുക്ക് ട്രാൻസ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് നമുക്ക് കിട്ടുന്ന രൂപത്തിൽ വേണം കേട്ടോ. ഓക്കെ, സൗണ്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് സൂം ഇൻ ആക്കണം കേട്ടോ. നമ്മൾ ഷോർട്സിലല്ലേ, അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്റ്റൈലിൽ വെച്ചാൽ മതി. സ്റ്റൈലിൽ വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ശരിയായി. ലിങ്ക് ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുകളിൽ കൊടുക്കട്ടെ. ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാറ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്കത് ഇട്ട സ്ഥലം ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. ഇത് ഇട്ട സ്ഥലം ശരിയായിട്ടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുക. എവിടെയാണ് വേണ്ടത് ആ കറക്റ്റ് പോർഷനിൽ ആണ്. ഇത് ഓൾറെഡി ആമസോൺ ഇവിടെ ഇട്ട് കൊടുക്കുക. ഇവിടെ ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇതിൽ ആഡ് ചെയ്യുക. ഗാലറി പോവുക. ഗാലറി പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ട്രാൻസ്മിഷൻ അതേപോലത്തെ നേരത്തെ എടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഞാനിപ്പോൾ ഏതാണെന്ന് അറിയുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇതൊന്ന് ഇടുന്നുണ്ട്. ജസ്റ്റ് എങ്ങനെ വരും നോക്കാം. ഇത് ഓക്കെ, ജസ്റ്റ് ഒന്നൊരു ക്ലിക്ക് വരുന്നുണ്ടോ, നേച്ചറാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിവിടെ നമുക്ക് ഇങ്ങനെ ട്രാൻസ്മിഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങളിവിടെ എഫക്ട്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇത് ഡിലീറ്റ് ചെയ്യുക. ഇത് നോർമലാക്കുക. നോർമലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ട്രാൻസ്മിഷൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏതാണ് നമ്മളെടുത്തത് അത് തന്നെ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓൾറെഡി ഓക്കെ. അപ്പോൾ ഇത് ഇത്ര വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് തന്നെ ഇരുന്നോട്ടെ. നേച്ചറാണ്
ഇത് ഓൾറെഡി ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്. നല്ല അടിപൊളി ലിങ്ക് ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുകളിൽ കൊടുക്കും. വേണമെന്നുണ്ടെങ്കിൽ അതന്നെ കോപ്പി എടുത്തിട്ട് ഒന്നും കൂടി ഇവിടെ ഇടാം കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, കുറച്ച് ഇപ്പുറം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് എക്സ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഓൾറെഡി എഡിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം വേറൊരു പരിപാടിയും കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാനത് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രണ്ടാമത് അതേ ആപ്പിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആപ്പിലേക്കോ രണ്ടാമത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോസ് ഒന്നും കൂടി ഇടണം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് തന്നെ ഇടുന്നുണ്ട്. അതിലേക്ക് തന്നെ ഇടുന്ന സമയത്ത് നമ്മൾ ന്യൂ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഗാലറി പോവുക, നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഇപ്പോൾ ലാസ്റ്റ് എക്സ്പോർട്ട് ചെയ്ത വീഡിയോസ് ജസ്റ്റ് ഒന്ന് എടുക്കുക. അത് രണ്ടാമത് തിരിച്ച് അതേ എഡിറ്റിംഗ് ആപ്പിലേക്ക് തന്നെ ഇടുക. ഇട്ടതിന് ശേഷം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുക. നിങ്ങൾ ആദ്യം ഇട്ടാൽ ശരിയാവത്തില്ല കേട്ടോ അത്. അപ്പോൾ അതിന് രണ്ടാമത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇടുക. നല്ല അടിപൊളിയായിട്ട് ഓക്കെ, ഇതൊരു ഇങ്ങനെ കിട്ടും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് തംബ്നെയിൽ വേണം. തംബ്നെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗാലറിയിൽ ക്ലിക്ക് ചെയ്യാം. ഗാലറിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ചെയ്യാം. ഇവിടെ നമുക്ക് ഏത് തംബ്നെയിലാണോ നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ആ ബെറ്റർ ആയിട്ടുള്ള തംബ്നെയിൽ നമുക്ക് ഇടുന്ന് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ഏതെങ്കിലും ഒരു തംബ്നെയിൽ ഇടുന്നുണ്ട്. ഞാൻ നല്ല തംബ്നെയിൽ നോക്കിയിട്ട് ഞാൻ ഓൾറെഡി ഇടുന്നുണ്ട്. ഏത് തംബ്നെയിലാണ് എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് സെലക്ട് ആവുന്നതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു തംബ്നെയിൽ എടുത്തിട്ടുണ്ട്, ഇട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ജസ്റ്റ് കാണുന്നുണ്ട്, അടിപൊളിയാണെന്നോ എന്ന് നോക്കാം. കുറച്ച് സ്ലോ ആണ്, ലോഡിങ് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് വന്നിട്ടുണ്ട് കേട്ടോ, തംബ്നെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തംബ്നെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അത് കുറച്ചും കൂടി പ്രോപ്പർ ആക്കണം, കുറച്ച് സൂം ആക്കിയിട്ട് റെഡി ആക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, സൂം ആക്കിയിട്ട് റെഡിയാക്കാം തംബ്നെയിൽ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തംബ്നെയിൽ ക്ലിക്കായി നേരത്തെ പറഞ്ഞ അതേ ഇതാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾറെഡി വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേറൊരു കാര്യം എന്തുണ്ട്, ഈ വീഡിയോന് നമുക്ക് സ്പീഡ് കൂട്ടണം. സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കാണിക്കുന്നു നോക്കാം. സ്പീഡ് കൂട്ടി 1.3x ഇട്ടേട്ടാ. 1.3x നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മിനിച്ചറാണ്. ഇത് ഓൾറെഡി ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്. നല്ല അടിപൊളി ലിങ്ക് ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുകളിൽ കൊടുക്കട്ടെ. ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ സ്പീഡായി പോയി കേട്ടോ. അപ്പോൾ അതിനെന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്പീഡ് കുറക്കാം. 1.2x ഇടാം, 1.1x ഇടാം. അടിപൊളിയായിട്ടുള്ള ഒരു മിനിച്ചറാണ്. ഇത് ഓൾറെഡി ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്. നല്ല അടിപൊളി ലിങ്ക് ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുകളിൽ കൊടുക്കട്ടെ. ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി ആട്ടോ. ഭയങ്കര ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ കാറാണ്. മെറ്റലാണ്, ഫുള്ള് മെറ്റൽ ബോഡിയാണ്. പിന്നെ ലൈറ്റ് കത്തുന്നത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ലൈറ്റ് കത്തും. പിന്നെ ബാക്ക് ഇൻഡിക്കേറ്ററും കത്തുന്നുണ്ട് കേട്ടോ, ബാക്കും കത്തുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഓക്കെ, ബാക്കും ഉണ്ട്. ഓക്കെ, ഫ്രണ്ട് കത്തുന്നുണ്ട്. സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും. നല്ല സൗണ്ട് ഉണ്ട്. ഓക്കെ, ടയറൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ഡിസ്ക് ബ്രേക്കിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള. ഓക്കെ, സ്പീഡ് ഓക്കെയാണ്. പക്ഷെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ 1.2x ഇട്ട് നോക്കട്ടെ. 0.2x ഇട്ടുമ്പോൾ എങ്ങനെ വരുന്നത് നോക്കാം. അടിപൊളിയായിട്ടുള്ള ഒരു മിനിച്ചറാണ്. ഇത് ഓൾറെഡി ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്. നല്ല അടിപൊളി ലിങ്ക് ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുകളിൽ കൊടുക്കട്ടെ. ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി ആട്ടോ. ഭയങ്കര ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ കാറാണ്. മെറ്റലാണ്, ഫുള്ള് മെറ്റൽ ബോഡിയാണ്. പിന്നെ ലൈറ്റ് കത്തുന്നത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ലൈറ്റ് കത്തും. പിന്നെ ബാക്ക് ഇൻഡിക്കേറ്ററും കത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഓൾറെഡി ഓക്കെയാണ്. പക്ഷെ സ്റ്റക്കാവുന്ന വീഡിയോൻ്റെ പ്രോബ്ലം കൊണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഓൾറെഡി കണക്ട് കൊടുത്തിട്ടുള്ളത് അത് ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് ആകുമ്പോൾ ശരിയാവട്ടെ. നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ശരിയാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ലാസ്റ്റിൽ എങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോകുന്നുള്ളത് നോക്കിയിട്ട് അതിന് ശേഷം ഇവിടുന്ന് എത്രയാണ് കട്ട് ചെയ്യാനുള്ളത്. ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാമറ എടുക്കുന്ന സമയത്ത് അവിടെ ശരിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് ജസ്റ്റ് അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ലാസ്റ്റ് പറയുന്ന ഭാഗം ഓക്കെ, നമുക്ക് ഇത് മതി, ഇത്ര മതി. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിന് ശേഷം നമുക്ക് വേറെ ഏതെങ്കിലും വീഡിയോസ് ഇതിനെ കുറിച്ചിട്ട് തന്നെ വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാലറി കയറാം. ഗാലറി കയറി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഇടാം കേട്ടോ. വീഡിയോസ് ഞാനൊരു വീഡിയോസ് ഇടുന്നുണ്ട്. വീഡിയോസ് ഇതിടാം. ഓക്കെ, ഒരു വീഡിയോസ് ഇട്ടിട്ട് എവിടെയായിപ്പോയി വീഡിയോസ് ശരിയായിട്ടില്ല. വേറെ വീഡിയോസ് ഇടാം. ഇതിടാം. ഇതിടുന്ന സമയത്ത് എങ്ങനെ വരും നോക്കാം. ഓക്കെ, ഇവിടുന്ന് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമ്മൾ
ഇവിടുന്ന് വീഡിയോ തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കട്ട് ചെയ്യുക. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇത് പോഷൻ മാറ്റാം. അതിനുശേഷം ഈ തിരിഞ്ഞ ഭാഗം നേരെ എന്ത് ചെയ്യുക, നേരെ ഇങ്ങനെ ക്രോപ്പ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, ക്രോപ്പ് ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഭാഗം ഇവിടുന്ന് സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ടല്ലോ, സ്റ്റാർട്ടിങ്. അതിനുശേഷം ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷൻ നമുക്ക് ഇങ്ങനെ നീട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം എങ്ങനെ വരും നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ അടിപൊളിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അവിടെ മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒരു മ്യൂസിക്, നല്ല DJ മ്യൂസിക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് എങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത് അതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇത്ര സൂം ആക്കാം. വീഡിയോസ് ഫുള്ള് നമുക്ക് കിട്ടുന്ന രൂപത്തിലേക്കാണ്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അതിനുശേഷം എക്സ്പോർട്ട് ചെയ്യാം കേട്ടോ. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അത്രേ പണിയുള്ളൂ. നമ്മൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ടൊരു വീഡിയോസ് എഡിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും.